You're on 110. ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോൾ. ഈ ഇരിക്കുന്ന ആളുടെ തലതൊട്ടപ്പനായ നേതാവ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അഖിലേന്ത്യാ സെക്രട്ടറി അന്ന് എഴുതിയത് എന്താണെന്നറിയോ? ഇനി പറ, ഞാൻ കേക്കട്ടെ. അന്ന് എഴുതിയത് വികസനം നടത്തുന്ന കാര്യത്തിലല്ല ഉമ്മൻചാണ്ടിക്ക് താല്പര്യം, കോടികളുടെ അഴിമതി. ഉമ്മൻചാണ്ടിയുടെ താല്പര്യം കോടികളുടെ അഴിമതിയാണ്. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദേശാഭിമാനിയിൽ എവിടെയൊക്കെ നാണമുണ്ടോ? എന്നിട്ട് ഒരു മര്യാദ വേണ്ടേ? വന്ന് ഉളുപ്പില്ലാതെ വന്ന് ന്യായീകരിക്കുകയാണ്. ദേശാഭിമാനിയിൽ എഴുതി വെച്ചു, അറിയോ, കടൽ കൊള്ള. കടൽ കൊള്ള കേരളത്തിൽ വിൽക്കുന്ന പരിപാടി രാഷ്ട്രീയ കാര്യ സമിതിയിൽ ചർച്ച ചെയ്യണം. CAG റിപ്പോർട്ട് ഗൗരവകരമാണ് എന്ന് പറഞ്ഞ എന്തിനാണ്? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. സമയമില്ലെങ്കിൽ വേണ്ട, പോ, എടുത്തോണ്ട് പോ. ഇയാളുടെ മൈക്ക് ഓഫ് ചെയ്യാൻ നിങ്ങൾക്ക് വകുപ്പില്ലേ? ഇയാളുടെ മൈക്ക് ഓഫ് ചെയ്യാൻ നിങ്ങൾക്ക് വകുപ്പില്ല. ബഹുമാനി ഉമ്മൻചാണ്ടിയെ വേട്ടയാടാൻ തുടങ്ങിയത് ഇപ്പോഴല്ലോ. ദേശാഭിമാനിയിൽ കടൽ കൊള്ള എന്ന ക്യാപ്ഷനോട് കൂടി ഉമ്മൻചാണ്ടിയെ തകർക്കാൻ 5580 കോടി രൂപയുടെ പദ്ധതിക്ക് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണ്, ഭൂമി കച്ചവടമാണെന്ന് പറഞ്ഞവന്മാരാണ് അവന്മാര്. അറിയോ? നാണം കെടുത്താനായിട്ട് വേറെ തിരിച്ചിരിക്കുകയാണ്. ആകെ പദ്ധതി 5580 കോടി, 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണെന്ന് പറഞ്ഞ ആളാണ് സഖാവ് VS. അത് ഏറ്റുപിടിച്ച ആളാണ് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഒരു ഉളുപ്പും ഇല്ലാതെ കയറിയിരുന്ന് തട്ടുകയാണ്. ഉമ്മൻചാണ്ടി എന്ന വാക്ക് മിണ്ടാതെ, മനസ്സിലായില്ലേ? പരമപുച്ഛത്തിന്റെ പരകോടി ഇരുന്നു കൊണ്ട് സഖാവ് പിണറായി വിജയൻ ഒരു കയ്യബദ്ധം നാറ്റുകരുത്. സജീഷ് അലമ്പല്ലേ പ്ലീസ്. സജീഷ് ചർച്ചാലമ്പരുത് പ്ലീസ്. സജീഷ് ചർച്ചാലമ്പരുത് പ്ലീസ്. ഞാൻ വന്ന് ഇവിടെ ഇരുന്നു പോയി, ഇല്ലെങ്കിൽ ഈ അലമ്പന്മാരോട് ഞാൻ ഇരിക്കത്തില്ല. ഞാൻ വന്ന് ഇരുന്നു പോയി. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഞാൻ പോകുന്നു. ബൈ ബൈ.